നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 6 സൈഡിലെത്തി. നമ്മളിപ്പോൾ പോകുന്നത് തിരുനെൽവേലിക്കാണ്. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇവിടെ 1:20 കണ്ടോ, 16128. പ്ലാറ്റ്ഫോം നമ്പർ 4 വരുന്നത്. നമുക്ക് B2 അത് 6 ടുവേഴ്സ് തിരുവനന്തപുരം. അറൈവൽ 150, 16128. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. 10-20 മണിക്കൂർ കൊണ്ട് ചെന്നൈയിൽ എത്തുന്ന ഒരു എക്സ്പ്രസ് അത്. 6th പ്ലാറ്റ്ഫോമിലൊരു മെമു വന്നു, ഇപ്പോൾ വന്നുള്ളൂ. ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. നിശബ്ദമായിരിക്കുന്ന, ഫുള്ള് എന്താ പറയുക, ഒഴിഞ്ഞു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. 3 ഡോക്കീസ് അവിടെ കിടക്കുന്നു. വരുന്ന വഴിക്ക് ഒരു പട്ടി ചാടി വന്നായിരുന്നു വണ്ടിക്ക് നേരെ. പേടിച്ചു പോയി. ഇനി അവിടെ വരെ നടക്കണം. ഈ സ്റ്റെപ്പൊക്കെ കയറി, സ്റ്റെപ്പ് കയറുന്നോളം ഏറ്റവും വെറുക്കുന്ന സംഭവം എനിക്ക് വേറൊന്നില്ല. തോമസ് വർഗീസ്, ശ്രീ തോമസ് വർഗീസ്, ജനറൽ മാനേജർ ഓൺ 2005 ഈ എക്സ്റ്റൻഷൻ ഇല്ല, ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ എക്സ്റ്റൻഷനാണ്. 4ഉം 5 ഇവിടെയാണല്ലേ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നല്ലേ. മെട്രോ സ്റ്റേഷൻ 150 മീറ്റർ ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 എക്സിറ്റ്. അതിങ്ങോട്ട് കയറി വരുന്നത്. പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവിടെ 3ഉം 2ഉം. ഇവിടെ എന്താ വർക്ക് നടത്തുകയാണ്? കലവില ശബ്ദം കേൾക്കുന്നു. അവിടെ ഷോപ്പുകളിലൊക്കെ തിരക്കുണ്ട്. നമ്മളിറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ ചെറിയ ഷോപ്പെങ്കിലും ഉണ്ടായാൽ മതി. രാത്രി കാഴ്ചയാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ. 2-3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഈ സൈഡും കാണാനൊക്കെ നല്ല ലുക്കാണ്. ട്രെയിനൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ റെയിൽ ഫാൻസിനൊക്കെ ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾക്ക് ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ 1 പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം. പറ്റുമെങ്കിൽ കാപ്പി കുടിക്കണം. ഒരു കാപ്പി കുടിക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ എല്ലായിടത്തും കാപ്പി തീർന്നു. പിന്നെ ഒരു മിനറൽ ബോട്ടിൽ മേടിച്ചു. പിന്നെന്താ, ഒരു ഹാർട്സിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. നമ്മൾ വീണ്ടും നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ 4 പോകുന്നു. 1:20, 1:15 ആകുമ്പോൾ ട്രെയിൻ വരും. 1:20 ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പർ ബർത്താ ബുക്ക് ചെയ്തേക്കണത്. കയറുക, സെറ്റാക്കുക, ബർത്ത് സെറ്റാക്കുക, കിടന്നുറങ്ങുക, അതാണ് ലക്ഷ്യം. പ്ലാറ്റ്ഫോമിൽ തിരക്കൊന്നും കാണുന്നില്ല. നമ്മുടെ നയനാണ് ടുവേർഡ്സ് ആലപ്പുഴയല്ലേ, അപ്പോൾ അവിടെയല്ലേ വരിക. റെയിൽവേ ട്രാക്കിൽ എലിയൊക്കെ ഉണ്ടോ? 16128 കാര്യം അതിലിപ്പോൾ എഴുതിയിട്ടില്ലല്ലോ. നമ്മുടെ ട്രെയിനെ കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. ഒന്നേകാലായി, ട്രെയിൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. 1:25 വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. 17 മിനിറ്റോളം ലേറ്റാണ്. അത് ഓട്ടത്തിൽ അതൊക്കെ പിക്കപ്പ് ചെയ്തോളും. നിങ്ങളുടെ സ്പീഡിൽ ആ ട്രെയിനെ ഇനി കയറി കിടന്നൊന്ന് ഉറങ്ങണം. ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും എല്ലാം ഉണ്ടായാൽ മതി. നമ്മുടെ കോച്ചപ്പോൾ B2 ആണ്. അൺറിസർവ്ഡ് ആണല്ലോ. ഇത് A1.
പിന്നെ വരുന്നത് B1, അതിനുശേഷം B2. B2 ആണ് നമ്മുടെ കോച്ച്. B2 ഇതെവിടെ ഇപ്പോൾ കൊണ്ട് നിർത്തണേ? ഒന്ന് നിർത്തി ട്രെയിനെ. ട്രെയിൻ ബ്രേക്ക് പിടിക്കേണ്ട ശബ്ദം. B2 54. B2 രണ്ടാമേ. ഇരുട്ടാണല്ലോ. മഴ പെയ്യുന്നുണ്ട്. നാഗർകോവിൽ അടുത്തൊരു സ്ഥലത്താണ്. നാഗർകോവിൽ കഴിഞ്ഞു തോന്നുന്നു. മിക്കവാറും പണി തരുമായിരിക്കും എനിക്ക്. ഇവിടെയൊക്കെ മഴയാണല്ലോ. തിരുവനന്തപുരം സൈഡിലേക്ക് നല്ല മഴയാണെന്ന് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു സൈഡിലും മലനിരകൾ, താഴെ പാടം, അങ്ങനെല്ലാം ഉണ്ട്. ഒരു റോഡ് പണി നടത്തുന്നതായിരിക്കും അല്ലേ? തിരുനെൽവേലിക്ക് മഴയൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് കൊക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ടോ? നല്ല വെള്ള കൊക്കുകൾ. വീടുകളൊന്നും കാണുന്നില്ല. അതൊക്കെ കാണുന്ന ഒരു വീടല്ലേ? ഫാം ഹൗസ് ആയിരിക്കാം. ഈ തെങ്ങിൻ തോപ്പ്. പണ്ട് ചിഹ്നം പിടിച്ചു. നമ്മൾ തിരുനെൽവേലി അവറായി. ഒരു 1.25 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ്. ഇവിടെ 2 ട്രാക്ക് ഉണ്ടല്ലോ. പാടം ഫോണടിച്ച് പേടിപ്പിക്കുകയാണല്ലോ. പണിയടിച്ച് പണിയാവും തോന്നുന്നു കേട്ടോ. സൗണ്ടൊക്കെ മാറി. ഇനി വെറും 3-4 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ വണ്ടി പിടിച്ചിട്ടേക്കാണ്. അവിടെ ഒരു കർവാണല്ലോ. ചൂടാണല്ലോ പുറത്ത്. നല്ലൊരു വളവാട്ടത്. അവിടെയും കർവ് വളഞ്ഞു നിൽക്കുന്നു, ഇവിടെയും വളഞ്ഞു നിൽക്കുന്നു. അതാ ഒരു നദി. നദിയുടെ നടുക്കൊരു ക്ഷേത്രം. താമിരഭരണിയാണ്. വെള്ളമൊക്കെ തീരെ കുറവാണ്. ചെളി പോലെ വെള്ളം. ഓരോരുത്തർ പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ്. തിരുനെൽവേലി എത്തി. നമ്മളിപ്പോൾ സ്റ്റേഷനിലോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതാണ് തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഓവർബ്രിഡ്ജ് ഒന്നും കാണുന്നില്ല. തിരിച്ച് ഈ സൈഡിലാണ് ഓവർബ്രിഡ്ജ്. നമ്മൾ വന്ന ട്രെയിൻ ഇതാ കിടക്കുന്നു. ചെന്നൈ എഗ്മോർ ഗുരുവായൂർ 16128. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. ആദ്യം കരുതിയത് നമുക്ക് നടന്നു പോകാമെന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് പോകാമല്ലോ. പിന്നെ ശരീരം വയ്യ, പനി ആയതുകൊണ്ട് വിചാരിച്ചു നമ്മളൊരു ക്യാബ് തന്നെ എടുക്കാം. അപ്പോൾ ക്യാബിന് ഇവർ ചോദിച്ചത് 200 രൂപയാണ്. അത് 2.5 കിലോമീറ്ററിന് 200 രൂപ.
നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഇതാണ്, TVK Regency. ഇത് റൂമിലേക്ക് പോകാം. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഫുഡിന് വേണ്ടി അലയണ്ട, കുറച്ച് നേരം കിടന്നുറങ്ങണം. നമ്മുടെ റൂം ഇതാണ്, 303. AC ആണെന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് ചെയ്ത് മാറിപ്പോയി. നോൺ AC കുഴപ്പമില്ല, വയ്യ. എന്തായാലും പനിയൊക്കെ പിടിച്ചതുകൊണ്ട് AC വേണ്ട. ബാത്റൂം ഒന്ന് കാണട്ടെ. തെറ്റില്ല, സോപ്പ് അതും ഇതൊക്കെ ഉണ്ട്. ബാത്ത് ടവൽ തന്നില്ലല്ലോ. ബാത്ത് ടവൽ ഉണ്ട് കേട്ടോ, അത് ഇവിടെ വെച്ചേക്ക. ഞാൻ കണ്ടില്ല ആദ്യം. ഇതാരോ തുത്തുൻകാമനോ ഹമുനാട്ര എന്തൊക്കെയായിരുന്നു, മറന്നുപോയല്ലോ.